നമ്മൾ മതത്തിനെതിരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഭാഗീയതകൾക്കെതിരെ സംസാരിക്കുമ്പോൾ കേരളത്തിൽ പിൻവാതിലൂടെ ജാതി അകത്തേക്ക് കടത്താനായിട്ടുള്ള വളരെ തീവ്രമായ ശ്രമമുണ്ട്. അത് ജാതിരഹിതമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളിൽ പോലും ജാതി ചാപ്പയടിക്കുക, ജാതിപരമായി ചിന്തിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥമാണെന്ന് പറയുക, ജാതി ഇല്ല എന്ന് പറയുന്നത് ഒരു നാട്യമാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുക, ശംഭു മഹാജാതി എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടാക്കുക. എല്ലാം മാറിപ്പോയാലും മാറിപ്പോകാത്ത ഒന്ന് ആണ് ജാതി. നിങ്ങളുടെ വസ്ത്രവും ആടയാഭരണങ്ങളും ശരീരവും മാറിപ്പോയാലും ആത്മാവ് നിലനിൽക്കുമെന്ന് പറയുന്നോണം നിങ്ങളുടെ പ്രദേശവും ഭാഷയും മതവും വിശ്വാസവും മാറിപ്പോയാലും ജാതി എന്ന് പറയുന്ന പരമസത്യം നിലനിൽക്കും എന്ന് വാദിക്കുന്ന പ്രചരിപ്പിക്കുന്ന ഒരുപിടി ആൾക്കാർ ഇന്ന് സമൂഹത്തിൻ്റെ മുൻനിരയിലുണ്ട്. ജാതികൾ ഉണ്ട്, കേരളത്തിലുണ്ട്, ജാതികളുണ്ട്, ഇന്ത്യയിലുണ്ട്. ജാതി സംബന്ധിച്ച് ഇന്ത്യയിലെ പൊതുചിത്രമല്ല കേരളത്തിൻ്റേത് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ള അവസ്ഥ, യാതൊരു സംശയമില്ല. കേരളം വ്യത്യസ്തമാണ്. കേരളത്തിൻ്റെ ഭൂതകാലവുമായി നോക്കുമ്പോൾ വൻപിച്ച കുതിച്ചുകാട്ടമാണ് കഴിഞ്ഞ ഒരു 75-100 വർഷം കൊണ്ട് നമ്മൾ നടത്തിയിട്ടുള്ളത്. അതിനെയൊന്നും തമസ്കരിക്കുക എന്ന് പറയുന്നത് നല്ലൊരു പ്രവണതയല്ല എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾക്ക് എന്തൊക്കെയാണോ നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് ആ നേട്ടങ്ങളുടെ തുടർച്ചയാണ് വേണ്ടത്. ഈ സമൂഹത്തിന് കൂടുതൽ ആത്മവിശ്വാസവും കൂടുതൽ പുരോഗമന ഇച്ഛയും പകരുന്ന രീതിയിലുള്ള സോഷ്യൽ നരേറ്റീവ്സും ഡിസ്കോഴ്സസുമാണ് നമ്മൾ നിർമ്മിക്കേണ്ടതായിട്ടുള്ളത്. അതിന് പകരം വളരെ മോശമാണ് നമ്മൾ ഉത്തരേന്ത്യ ആകുന്നു, ഉത്തരേന്ത്യ ആക്കും എന്നുള്ള രീതിയിലേക്ക് പോകുന്ന ചില പ്രവണതകൾ. ജാതി സമൂഹങ്ങളിൽ ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ടാവാം. അതിൻ്റെ അടിസ്ഥാനം ചിലപ്പോൾ കുലമാകാം, വംശമാകാം, ഒരു ആരാധനാമൂർത്തിയാകാം, ഭാഷയാകാം, ഭക്ഷണരീതിയാകാം, കഥയാകാം, വിശ്വാസമാകാം. ഇന്ത്യയിലെ ജാതികൾ പ്രധാനമായും ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടാണ് പറയപ്പെടുന്നത്. എങ്കിലും മറ്റു മതങ്ങളിൽ, ഇന്ത്യയിലെ സിമറ്റിക് മതങ്ങളും ഒരു ഹൈന്ദവവൽക്കരണമുണ്ട്, അവിടെയും ജാതികൾ ഉണ്ട്. അങ്ങനെയാണ് മുസ്ലിങ്ങളിൽ ST വരുന്നതും SC വരുന്നതും. ക്രിസ്ത്യാനികൾ തന്നെ മതം മാറിയിട്ടും തങ്ങൾ ജാതിക്ക് ഇപ്പോഴും വിധേയരാണ് എന്ന് പറയുന്നതൊക്കെ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ഹിന്ദു മതത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. ഇന്ത്യയിലെ ജാതികൾ പൊതുവിൽ സംരക്ഷിക്കപ്പെടുന്ന 2 അടിസ്ഥാനത്തിലാണ്. ഒന്ന് ഐതിഹ്യങ്ങൾ, ആരാധനാക്രമങ്ങൾ, ഭക്ഷണ രീതികൾ തുടങ്ങിയ ആചാരങ്ങൾ ഒരറ്റത്ത്. രണ്ടാമത്തേത് ഐതിഹ്യങ്ങൾ, കഥകൾ, കെട്ടുകഥകൾ, അന്ധവിശ്വാസങ്ങൾ. ഇതിൽ അവസാനം പറഞ്ഞതിന് വലിയ പ്രാധാന്യമുണ്ട്. ഉച്ചനീചത്വ ക്രമങ്ങളാണെങ്കിൽ ലോകത്ത് ഇന്ത്യയിൽ മാത്രമല്ല ബുദ്ധിസത്തിന് പ്രാധാന്യമുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ഇതേ കണക്ക് ജാതിയുണ്ട്, ഉച്ചനീചത്വങ്ങളുണ്ട്, അസ്പൃശ്യതകളുണ്ട്, ഐത്തങ്ങളുണ്ട്. അതിലെല്ലാം തന്നെ മതം അടിസ്ഥാനമാണോന്നില്ല, പക്ഷേ ചിലപ്പോൾ വംശങ്ങളായിരിക്കാം, ചിലപ്പോൾ കുലങ്ങളായിരിക്കാം. ഇവിടെ പൊതുവിൽ എല്ലാവരും പറയുന്ന ബ്രാഹ്മണ്യത്തിനെതിരെയുള്ള ആക്രമണമാണ്. എന്താണ് എന്ന് പലർക്കും അറിയില്ല. കേരളത്തിലെ ജാതി പ്രധാനമായിട്ടും നമ്മൾ കരുതിയിരിക്കുന്നത് ബ്രാഹ്മണരാണ് ജാതി എല്ലാം ഉണ്ടാക്കി സംവിധാനം ചെയ്ത ഒരു സിനിമയാണിത്. ബാക്കിയുള്ളവരെല്ലാം നിഷ്കളങ്കരും ഭയങ്കര എന്താ പറയുക ഇരകളും അടിമകളുമാണ് എന്നുള്ള ഒരു ധാരണ പൊതുവിലുണ്ട്. ഇത് പൂർണ്ണമായും തെറ്റാണ്. കേരളത്തിലെ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലായാലും ജാതി തുടങ്ങിയതിൽ ബ്രാഹ്മണർക്ക് പങ്കുണ്ടാവാം. ആദ്യത്തെ കഥ പറഞ്ഞ അവനായിരിക്കാം, കാര്യങ്ങളൊക്കെ എഴുതി വെച്ചതെല്ലാം അവനായിരിക്കാം. പക്ഷേ ഒരാളൊരു കഥ പറയുമ്പോൾ നിങ്ങളത് വിശ്വസിക്കുന്നതിൽ നിന്നാണ് ആ പ്രശ്നം തുടങ്ങുന്നത്. കേരളത്തിലെ ജാതി വ്യവസ്ഥ സംബന്ധിച്ച് PK ബാലകൃഷ്ണൻ്റെ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്നുള്ളൊരു പുസ്തകത്തിൽ നിന്നുള്ള അതിൽ അദ്ദേഹം ബ്രാഹ്മണരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മെയിൻ സ്ട്രീമിൽ നിന്ന് മാറി താമസിക്കുന്ന ആദിവാസി മലയരയ അവിടെയുള്ള ജനങ്ങളുടെ ഇടയിലെ ജാതി അതൊരിക്കലും ബ്രാഹ്മണർ കൊണ്ടുവന്ന ജാതിയല്ല, മറിച്ച് സഹജമായി തദ്ദേശീയമായി എങ്ങനെ ജാതി ബ്രാഹ്മണർ കൊണ്ടുവന്ന സാധനവും ഇവരോട് ഉണ്ടാക്കിയെടുത്ത സാധനവും എങ്ങനെ ഒന്നായി എന്നുള്ള ഒരു പരിശോധനയാണ്. ബ്രാഹ്മണ സ്പർശമില്ലാതെ ജാതി ഉണ്ടായ കേരളത്തിൽ തന്നെ, ഇന്ത്യക്ക് പുറത്ത് ജാതി ഉണ്ടാകുന്നത് ബ്രാഹ്മണ സ്പർശമല്ലല്ലോ. ഇപ്പം ജാതി എന്ന് പറയുന്നത് ബ്രാഹ്മണന് മാത്രം വിധിക്കാവുന്ന ഒരു കുറ്റമല്ല എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇതൊരു വിവേചന ബുദ്ധിയാണ്, നെഗറ്റീവായിട്ടുള്ള വിവേചന ബുദ്ധിയാണ്, ഒരു ഡിസ്ക്രിമിനേറ്ററി പവറാണ്, അതും നെഗറ്റീവാണ്. PK ബാലകൃഷ്ണൻ്റെ ഒരു പുസ്തകമുണ്ട്, ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും. ഒരുപാട് വായിക്കപ്പെട്ട പുസ്തകമാണ്. ആ പുസ്തകത്തിലെ ഒരു ഏതാനും ഭാഗം ഞാൻ വായിക്കാം. കേരളത്തിൽ നിലവിലുള്ള ഗിരിവർഗ ഗോത്രങ്ങൾ ഇന്നും പരസ്പരം പതിത്വം കൽപ്പിക്കുന്നവരാണ്. വയനാട്ടിലെ ഗിരിവർഗമായ കുറിച്യർ അവിടുത്തെ നമ്പൂതിരിമാരെന്നാണ് അവർ സ്വയം സങ്കല്പിക്കുന്നത്. ഗിരിവർഗങ്ങൾക്കിടയിൽ മാത്രമല്ല മനുഷ്യജാതിയിൽ തന്നെ ഏറ്റവും ഉയർന്നവരാണ് തങ്ങളെന്ന് വിശ്വസിക്കുന്നു. പണിയർ തൊട്ടാൽ തീണ്ടി കുളിക്കേണ്ട കുറിച്യർ തങ്ങളുടെ പാർപ്പിട സങ്കേതത്തിൻ്റെ കുടിൽ മുറ്റത്ത് നമ്പൂതിരി കാൽ ചവിട്ടിയാലും ശുദ്ധികർമ്മങ്ങൾ വഴി അവിടെ സംശുദ്ധമാക്കേണ്ട മഹാവിശുദ്ധനാണ്. കാട്ടുജാതിക്കാരായ മലയനും കാടനും തമ്മിൽ തൊട്ടാൽ ഇരുവരും അയിത്തപ്പെടുന്നു. അതേസമയത്ത് മലയരയിൽ ഒരു ഉപവിഭാഗമായിട്ടുള്ള കൊങ്ങുമലയന് തമിഴ് മലയനും നാട്ടുമലയനും അയിത്തമാണ്. ബ്രാഹ്മണരിൽ നിന്ന് തീണ്ടാപ്പാടകലം ഏറ്റവും കൂടുതലുള്ള ജാതിയാണ് നായാടി. നമ്മൾ സംസാരിക്കുന്നത് മെയിൻ സ്ട്രീമിന് പുറത്തുള്ള ജനതകൾക്കിടയിലുള്ള അയിത്താചാരങ്ങളെയും ഉച്ചനീചത്വങ്ങളെക്കുറിച്ചാണ്. തീണ്ടാപ്പാടകലം തെറ്റിച്ച് നായാടി തീണ്ടിയാൽ നമ്പൂതിരി കേവലം മുങ്ങിക്കുളി കൊണ്ട് ശുദ്ധനാവില്ല. നമ്പൂതിരി നായാടിയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ നായാടി ഈ
അതിന് വിരുദ്ധമായിട്ടുള്ള ഈ മലപ്രദേശത്തുള്ള ജനങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നായാടി അതിനകത്തൊന്നും വരുന്നുണ്ട്. പക്ഷേ ഇതിനിടയ്ക്കുള്ള സാധനങ്ങളാണ് പറയുന്നത്. കുറിച്ചിയുടെ കാര്യം ഞാൻ പറഞ്ഞു. കുളിക്ക് ശേഷം പൂണൂൽ മാറുകയും പഞ്ചഗവ്യം കഴിക്കുകയും വേണം. പഞ്ചഗവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പശുവിൻ്റെ 5 സാധനങ്ങളാണ്: മൂത്രം, മലം, പാല്, തൈര്, അങ്ങനെയുള്ള സാധനമാണ്. എല്ലാം കൂടെ ചേർത്തുള്ള സാധനമാണ്. 5 എണ്ണം വേണം. ഇങ്ങനെ പരമചണ്ടാളനായിരിക്കുന്ന നായാടിക്ക് പുലേനോ പറയനോ തൊട്ട ഭക്ഷണം നിഷിദ്ധമാണ്. നായാടി ഇങ്ങനെയാണെങ്കിൽ നായാടിക്ക് വേറെ ലൈനാണ്, പല ഇതാണ്. പുലേനും പറയനും തൊട്ട ഭക്ഷണം നിഷിദ്ധമാണ്. പുലേനും പറയനും ആകട്ടെ തമ്മിൽ തൊട്ടാൽ പരസ്പരം ആയിത്തപ്പെടുന്നവരാണ്. മാത്രമല്ല കുളിച്ച് ശുദ്ധി നേടേണ്ട ഉത്കൃഷ്ടരാണ്. തീണ്ടാപ്പാടകലം തെറ്റിച്ച് ഉള്ളാടൻ പുലേനെ തീണ്ടിയാൽ പുലേനെ 7 വട്ടം കുളിച്ച് കയ്യിലെ ചെറുവിരലിൽ നിന്ന് ഏതാനും തുള്ളി രക്തം വീഴ്ത്തി കളഞ്ഞാൽ മാത്രമേ ശുദ്ധനാവൂ. പുലയൻ തൊട്ട ഭക്ഷണം വർജ്യമായ വിശുദ്ധരാണ് മേപ്പടി ഉള്ളാടന്മാർ. കേരളത്തിലെ ഗിരിവർഗ്ഗക്കാരും സമാന ചണ്ടാല ജാതികളും പരസ്പരം പാലിച്ചു വരുന്ന ചിലവ മാത്രമാണിവ. ഈ വർഗ്ഗങ്ങളെല്ലാം ബാലകൃഷ്ണൻ എഴുതുന്നു നമ്പൂതിരി വരുന്നതിന് മുമ്പ് മലനാട്ടിലുള്ള ആദിവാസികളാണ് എന്നുള്ളതാണ് നില. ഹൈറേഞ്ചിലെ ദുർഗമ മഹാവനങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന കുറിച്ചനും പണിയനും കാടനും നമ്പൂതിരിമാർ തുടങ്ങിയവരുമായി ഏതെങ്കിലും തരത്തിൽ സമ്പർക്കം ഉണ്ടായിരുന്നവരായിരിക്കാൻ ഇടയില്ലെന്ന് തന്നെയല്ല, കണ്ടിരിക്കാൻ പോലും സാധ്യതയില്ല. ഇവരൊക്കെ പരസ്പരം കൽപ്പിക്കുന്ന പതിത്വത്തിൻ്റെയും ഐത്തത്തിൻ്റെയും ജനന കാരണം നമ്പൂതിരിമാർ ഉൾപ്പെടുന്ന മലയാള മേൽജാതികളുടെ ദുരാചാരത്തിൻ്റെ അനുകരണമാണെന്ന് മനസ്സിൻ്റെ സമനില നഷ്ടപ്പെടാത്ത ഒരാൾക്ക് പറയാൻ കഴിയില്ല എന്നാണ് ബാലകൃഷ്ണൻ എഴുതുന്ന പുസ്തകം. എന്നാൽ ഇന്ത്യയിലെ മറ്റൊരിടത്തെയും ഹൈന്ദവ ജാതി സമൂഹത്തിലും കാണാത്തതുപോലെ കർക്കശമായ യത്താചാരം നമ്പൂതിരി തലവനായിട്ടുള്ള കേരളീയ ജാതി സമൂഹത്തിലും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയുണ്ട്, അവിടെയുണ്ട്. ഇത് പരസ്പരം ബന്ധപ്പെട്ടല്ല, ഇതൊരു സ്പെഷ്യൽ സംഗതി. കേരളത്തിലെ ജാതി ഇപ്പോൾ വീണ്ടും വരുന്നത് ബ്രാഹ്മണ്യത്തിൻ്റെ തിരിച്ചുവരവ് കൊണ്ടല്ല. യഥാർത്ഥത്തിൽ ജാതി പൂക്കുന്നത് കൊണ്ടാണ് ബ്രാഹ്മണ്യം തിരിച്ചു വരുന്നത്. ഒരു 15 വർഷത്തിന് മുമ്പ് ഈ പടച്ചോറിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത, അമ്പലങ്ങൾ കിട്ടാനില്ലാത്ത, ശരിക്കും എന്താ പറയുക, ജോലിയില്ലാത്ത, ദാരിദ്ര്യം തീണ്ടിയ ഒരുപാട് ബ്രാഹ്മണ കുടുംബങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് 5-6 അമ്പലങ്ങളിലൊക്കെ കിടന്നിങ്ങനെ ഓടുന്ന കാണാം. ഇന്ന് അതല്ല. ഇന്ന് പോസ്റ്ററുകളിൽ ഷർട്ട്ലെസ് ആയിട്ട് അവർ പോസ്റ്റ് ചെയ്യുന്നു. ബ്രഹ്മദത്തൻ പല നമ്പൂതിരിമാർ അവർ വരുന്നു. ഓരോ ജംഗ്ഷനുകളിലും സപ്താഹങ്ങളും നവാഹങ്ങളും മറ്റു തരം ആചാരങ്ങളൊക്കെ വലിയ തോതിൽ നടത്തപ്പെടുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് ഈ രംഗത്ത്. അവരുടെ കാറുകൾ മാറുന്നു, ചെറിയ കാറുകളിൽ നിന്ന്. അവർക്ക് കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് വലിയ തോതിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളുടെ വിശ്വാസപരമായിട്ടുള്ള സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ചിന്താശൈലി അധപ്പതിച്ചപ്പോഴാണ് ബ്രാഹ്മണൻ മുന്നോട്ട് വന്നത്. ബ്രാഹ്മണൻ മുന്നോട്ട് വന്നതുകൊണ്ടല്ല ചിന്താശൈലി അധപ്പതിച്ചത്. മനസ്സിലായോ? ഒരു ആശയ പരിസരം ഒരുങ്ങുമ്പോഴാണ് അതിനനുരൂപനായിട്ടുള്ള ഒരു വ്യക്തിക്ക് പ്രാമുഖ്യം ഉണ്ടാവുക. അല്ലാതെ ഒരാൾക്ക് വന്ന് ചെയ്യാൻ കഴിയുന്നതല്ല, തിരിച്ചല്ല. മ്യൂട്ടേഷൻ ഉണ്ടാകുമ്പോഴാണ് അത് സെലക്ട് ചെയ്യപ്പെടുക. അത് സമൂഹത്തിലായാലും ബയോളജിക്കലായിട്ടും അങ്ങനെ. ഇന്നത്തെ ജാതീയത കേരളത്തിൽ യഥാർത്ഥത്തിൽ പലതും, ചിലത് സത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ചിലത് അർത്ഥസത്യങ്ങളുണ്ട്, ചിലത് ഇല്ലാത്തവ നുണയായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്, ചിലത് പെരുപ്പിച്ച് കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടും കേരളത്തെ ഒരു ഉത്തരേന്ത്യൻ മോഡൽ അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു തമിഴ്നാടെങ്കിലും ആക്കുക എന്നുള്ളത് പലരുടെയും അജണ്ടയാണ്. അതുവഴി അവർക്ക് നേതാവാവുക, അവർക്ക് പ്രാമുഖ്യം കിട്ടുക, അവർ വലിയ സംഭവമായി മാറുക, രാഷ്ട്രീയ നേട്ടങ്ങൾ, അധികാരങ്ങൾ, ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ പൊതുവിൽ ഇന്നത്തെ ജാതി ഡിസ്കോഴ്സിൽ പൊതുവിൽ പറയുക കുറച്ച് മനുഷ്യരാണ് ഇതിനെല്ലാം കാരണം, ബാക്കിയുള്ളവർക്കൊന്നും കുഴപ്പമില്ല. നമ്മൾ ഈ വീണ്ടും മേൽ എന്ന് പറയേണ്ടി വരുന്നു നിൽക്കുന്ന കുറേ ജാതികൾ, അവരാണ് ജാതീയത ഉള്ളത്. ബാക്കിയുള്ളവരെല്ലാം അതിൻ്റെ ഇരകളോ, അവരെല്ലാം ബാക്കിയുള്ളവരെല്ലാം ഇതിനെതിരാണ്, അവർക്ക് ഇതിനകത്ത് താല്പര്യമില്ല എന്നൊക്കെയാണ് ഡിസ്കോഴ്സുകൾ വരുന്നത്. സംസ്ഥാന തലത്തിൽ തന്നെ ജാതി പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമുണ്ട്. ഇതൊക്കെ എത്ര വലിയ അബദ്ധമാണെന്ന് നമ്മളിനി കാണാൻ പോകുന്നേ ഉള്ളൂ. കാരണം വിശ്വാസം എന്ന് പറയുന്നൊരു സംഗതി ജാതി പറഞ്ഞ് തമ്മിലടിപ്പിച്ച് ജനങ്ങളെ പിരിച്ചുവിടാൻ കഴിയില്ല. ഹിന്ദുമതത്തിൽ ജാതി പറഞ്ഞ് ജാതികളെ തമ്മിലടിപ്പിച്ചൊരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇന്ന് ഒറ്റ ബ്രാഹ്മണൻ ജീവനോടെ ഉണ്ടാവില്ല. കാര്യം അത്രമാത്രം ക്രൂരതകളും വിവേചനങ്ങളും പണ്ട് നടത്തിയിട്ടുണ്ട്. ഇന്നും എന്തുകൊണ്ടാണ് ആ സമുദായം അല്ലെങ്കിൽ ആ ഒരു മതം ഇത്തരത്തിലുള്ള മേൽത്തട്ടുകാരെ, വളരെ എണ്ണത്തിൽ കുറവായ, വളരെ ന്യൂനപക്ഷമായിട്ടുള്ള, പ്രത്യേകിച്ച് കായികമായ ശേഷിയൊന്നും ഇല്ലാത്ത ഇത്തരം ആൾക്കാരെ ഇന്നും വെച്ച് പുലർത്തിക്കൊണ്ട് പോകുന്നത് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അവിടെയാണ് സോഫ്റ്റ്വെയറിൻ്റെ മാഹാത്മ്യം വ്യക്തമാകുന്നത്. ആ സോഫ്റ്റ്വെയറാണ് തകർക്കേണ്ടത്. അല്ലാതെ ഇവിടെ ജാതികൾ തമ്മിലടിച്ചുകൊണ്ടൊന്നും ഇവിടെ യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. അങ്ങനെ തമ്മിലടിക്കാനും സാധ്യത കുറവാണ്. കാരണം മതത്തിൻ്റെ കാര്യം വരുമ്പോൾ ജാതികൾ ഒരുമിച്ച് നിൽക്കും, ജാതിയുടെ കാര്യം വരുമ്പോൾ ഉപജാതികൾ ഒരുമിച്ച് നിൽക്കും. ഇസ്ലാമിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. പലതും പരസ്പരം തമ്മിൽ കണ്ടാൽ പോലും മിണ്ടാത്തവരും, വീഡിയോകൾ വഴി പരസ്പരം അധിക്ഷേപിക്കുന്നവരും, പരസ്പരം വിവാഹം കഴിക്കാത്തവരും ഒക്കെയാണ്.
ഇവർക്കെല്ലാം ഒരുമിക്കാൻ മുഹമ്മദിൻ്റെ ഒരു ചിത്രം ആരെങ്കിലും വരച്ചു എന്ന് പറഞ്ഞാൽ മതിയോ?